ഹേ എവ്രി വൺ, വെൽക്കം ടു ലെൽജിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് സ്കൂൾ എസെൻഷ്യൽസാണ്. സിമ്പിളായിട്ട് അധിക സാധനങ്ങളൊന്നും യൂസ് ചെയ്യാണ്ട് ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് DIY കാണിക്കുന്നത്. പിന്നെ ലാസ്റ്റ് വരെ കാരണം ഞാൻ ബോണസ് കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കാണിക്കുന്നത് സബ്ജക്ട് ഡിവൈഡേഴ്സ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക എല്ലാ സ്കൂളിലും ഒരേ ബൈൻഡ് വെച്ചിട്ടായിരിക്കും ബുക്കെല്ലാം ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ബാഗിൽ നിന്ന് ബുക്ക് എടുക്കുമ്പോൾ നമ്മൾ ഓരോ നെയിം സ്ലിപ്പ് നോക്കിയെടുക്കണം. അപ്പോൾ അതല്ലാണ്ട് നമുക്ക് ബാഗിലേക്ക് നോക്കുമ്പോൾ തന്നെ ഏതാണെന്ന് മനസ്സിലാക്കി എടുക്കുന്നത് കുറച്ചും കൂടി ഈസി അല്ലേ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് അതാണ്. അപ്പോൾ ആദ്യം ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്യുക. എന്നിട്ട് ഇഷ്ടമുള്ള കുറച്ച് ഫിഗേഴ്സൊക്കെ വരച്ചു കൊടുക്കുക. ഞാനിവിടെ ഇംഗ്ലീഷിന് ബ്രെഡൊക്കെയാണ് വരച്ചു കൊടുക്കുന്നത്, പിന്നെ സയൻസിന് എർത്തും വരച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഏത് ഫിഗറാണോ വരയ്ക്കാം, കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഇങ്ങനെ അനിമേറ്റഡ് പിൻട്രസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫിഗേഴ്സ് കിട്ടും. അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളത് നോക്കി വരച്ചെടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നേരത്തെ ഒരു സാധനം ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ബെസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ ഇത് നമുക്ക് ബുക്ക് മാർക്കായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ബുക്കിൻ്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഏത് ബുക്കാണെന്ന്. അപ്പോൾ അത്രയും സിമ്പിളായില്ലേ, കഷ്ടപ്പെടാണ്ട് ബാഗിൽ നിന്ന് ബുക്കും എടുക്കാം. അപ്പോൾ ഇത് ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓരോ ബുക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ബാഗ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സബ്ജക്റ്റാണ്. അപ്പോൾ അടിപൊളിയല്ലേ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തത് മിനി നോട്ട്ബുക്ക്. ഇതെന്തിനാന്ന് വെച്ചാൽ ക്ലാസ് ടൈമിൽ മിസ്സ് കുറേ ഹോംവർക്കും അസൈൻമെൻറ്റൊക്കെ തരും. എന്നിട്ട് ഇത് നമ്മൾ പല പല സ്ഥലത്ത് എഴുതി വെക്കും, പല ബുക്കിൻ്റെ ബാക്കിലും അങ്ങനെയൊക്കെ എഴുതി വെക്കും. എന്നിട്ട് അത് ചെയ്യാനും മറന്നു, പിറ്റേ ദിവസം പണി കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ഈ മിനി നോട്ട്ബുക്ക്. മിസ്സ് ഹോംവർക്കോ പ്രൊജക്റ്റോ അസൈൻമെൻറ്റ് എന്ത് തന്നാലും പെട്ടെന്ന് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. കുഞ്ഞു നോട്ട്ബുക്ക് ആയതുകൊണ്ട് എന്താ പോക്കറ്റ് ഇട്ടും വെക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. 2 A4 ഷീറ്റൊക്കെ മതി ഇത് ഉണ്ടാക്കാൻ. പിന്നെ ഒരു കവർ പേജിന് പഴയ നോട്ടിൻ്റെ കവർ പേജോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും മതി. ഞാനിവിടെ ചാർട്ട് പേപ്പർ തന്നെയാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് നമ്മളെപ്പോഴും ബുക്ക് ഉണ്ടാക്കുന്നൊക്കെ പോലെ ഒരുപാട് ഗമ്മൊക്കെ തേച്ചിട്ടുള്ള പരിപാടിയൊന്നുമില്ല. കവർ പേജ് ഒട്ടിക്കാൻ കുറച്ച് ഗമ്മ് അങ്ങനെയൊക്കെ മതി. പിന്നെ ബുക്കൊന്ന് ക്യൂട്ടാക്കാൻ ഫ്രണ്ട് പേജ് നമുക്ക് എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കോഫിയുടെ ഒരെണ്ണം വരച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ബ്രൗൺ ആയതുകൊണ്ട് കോഫി തീം ചൂസ് ചെയ്തതേ ഉള്ളൂ. പിന്നെ ഒരു അലങ്കാരത്തിന് ഞാനൊരു ലോക്കൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇതിനകത്ത് ഞാൻ ഒന്നുകൂടി ഉണ്ടാക്കി കാണിക്കാത്തത്. അപ്പം ഇത് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ അതൊന്ന് പോയി കണ്ടാൽ മതി. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തായാലും ഇത് വേണമെങ്കിൽ ഒരു 1-2 കയ്യിലുണ്ടാക്കി വെക്ക്. പിന്നെ വേണമെങ്കിൽ ഒരെണ്ണം ഫ്രണ്ടിനും ഗിഫ്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ അവർക്ക് ഇതുപോലെ ചെയ്യാം, സ്വന്തമായിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അടുത്തതാണ്, ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ, എന്നാൽ കാണാനും അടിപൊളിയാണ്. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കുക. ഒരു കുഞ്ഞു പേപ്പർ ഒടിപ്പ് എടുത്തിട്ട് വരികയാണെങ്കിൽ ഇത് നോക്കി അങ്ങ് ഉണ്ടാക്കിയാൽ മതി. പെട്ടെന്നൊരു ബുക്ക് മാർക്ക് റെഡിയാവും. ഞാൻ ഓൾറെഡി ഒരു ഹാർട്ടിൻ്റെ ബുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇതുപോലെയല്ല, അത് കുറച്ചും കൂടി ഇത്തിരി കൂടി ടൈം എടുക്കും ചെയ്യാൻ. പക്ഷേ അത് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഇതങ്ങനെയല്ല, കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ഹലോ കിറ്റി തീമിലാണ് ചെയ്തേക്കണം. ഇപ്പോൾ ഇത് വരയ്ക്കാനൊന്നും വയ്യെന്നാണെങ്കിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്താൽ മതി, കഴിഞ്ഞു. അപ്പം ഞാൻ ഒരു ബോയും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്, എന്നാലേ നമ്മുടെ ഹലോ കിറ്റി ഒന്ന് പൂർത്തിയാവും. ഈ ഹാർട്ടിൻ്റെ ബുക്ക് മാറിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക, അല്ലെങ്കിൽ ചാനൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ അടുത്തതാണ്, ഇപ്പോഴത്തെ ഒട്ടുമിക്ക പിള്ളേർക്കും അറിയായിരിക്കും ഫ്ലാഷ് കാർഡ്സൊക്കെ എന്താണ് യൂസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അറിയാത്തവർക്കാണ് ഞാൻ പറഞ്ഞുതരാം. ഫ്ലാഷ് കാർഡ് എന്ന് പറയുമ്പോൾ പഠിച്ച കാര്യം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എന്നാൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എഴുതണ്ട, അല്ലാണ്ട് സമ്മറൈസ് ചെയ്തിട്ട് ഒരു സൈഡിൽ ക്വസ്റ്റ്യനും ഒരു സൈഡിൽ ആൻസറും അങ്ങനെ എഴുതി കൊടുക്കുക. എന്നിട്ട് പഠിക്കുന്ന സമയത്ത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തതാണ്, ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് എഴുതി വെക്കാനാണ് ഈ സ്റ്റഡി പ്ലാനർ. സാധാരണയുള്ള സ്റ്റഡി പ്ലാൻ വല്ല ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. ഒരു ദിവസം ഏത് സബ്ജക്റ്റാണ് പഠിക്കുന്നത്, എന്തോരം ടോപ്പിക്ക് കവർ ചെയ്തു, പിന്നെ എത്ര മണി വരെ പഠിക്കണം, പിന്നെ അത് റിവൈസ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടൊരു സിമ്പിൾ സ്റ്റഡി പ്ലാനർ. പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ എഴുതി കൊടുക്കണമെങ്കിൽ ആ താഴത്തെ നോട്ട്സിൽ എഴുതി കൊടുക്കാം. അപ്പോൾ അടുത്തതാണ്, എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും, പക്ഷേ എല്ലാ ദിവസവും പഠിച്ചോ നമ്മൾ ട്രാക്ക് ചെയ്യണ്ടേ. അതിനാണ് ഈ സെഷൻ ട്രാക്കർ. അപ്പോൾ അതിനൊരു കാർഡ് ഉണ്ടാക്കിയിട്ട് 1 to 30 കോളംസ് വരച്ച് കൊടുത്തിട്ട് അതിന് നമ്പർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പഠിക്കുന്ന ദിവസം അവിടെ കളർ ചെയ്ത് പോവാം. അപ്പോൾ കറക്റ്റ് ട്രാക്ക് ചെയ്ത് പോവാം. അപ്പോൾ അടുത്തത്, ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ബോണസ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഉണ്ടെങ്കിൽ നല്ലതാണ്. എന്തിനാണെന്ന് വെച്ചാൽ സ്റ്റഡി മോട്ടിവേഷന് വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ ഇത്ര മണി വരെ പഠിക്കും, ഞാൻ ഇത്ര ടോപ്പിക്കിന്ന് കവർ ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഇതുപോലെ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂപ്പൺസിലൊക്കെ എഴുതി വെച്ചിട്ട് പറഞ്ഞ പോലെ തന്നെ ഇത്ര സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ നിന്നൊരു കൂപ്പൺ എടുക്കാം എന്നുള്ള രീതിയിൽ മനസ്സിൽ വെച്ചിട്ട് പഠിക്കുക. എന്നിട്ട് പഠിച്ച് കഴിഞ്ഞിട്ട് ഇതിൽ നിന്നൊരു കൂപ്പൺ എടുക്കുക. അതിലെന്താണോ എഴുതിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതാണ് റിവാർഡ് കൂപ്പൺസ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കാം. അപ്പോൾ എല്ലാ സ്കൂൾ എസെൻഷ്യൽസിൻ്റെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം മുതലെല്ലാം കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക, അവർ ഇതേപോലെയൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.